ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ മുഹറം ആദ്യ രാവിലെ ബിസ്മി എഴുതിയാലുള്ള ഗുണങ്ങളെക്കുറിച്ച് എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളെക്കുറിച്ചാണ് കേട്ടോ ഞാനിവിടെ പറയുന്നത്. ഞാൻ ഇപ്പോൾ 2 വർഷം തുടർച്ചയായിട്ട് മുഹറം ആദ്യ രാവിലെ എഴുതി വെക്കാറുണ്ട്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേഴ്സിലാണ് ഞാൻ എഴുതിയിട്ട് സൂക്ഷിക്കാറുള്ളത്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, ഒരുപാട് കാര്യങ്ങൾ, വീട് വെക്കുക, അതേപോലെ കടങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ അൽഹംദുലില്ലാ ഞാൻ വിചാരിച്ചതിലും അങ്ങേപ്പുറം എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് മാഷാ അല്ലാ എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ ചില സാഹചര്യങ്ങളിൽ നമ്മൾ വിചാരിക്കും പഠിച്ചോനെ ഞാൻ എന്താ ഇനി ചെയ്യാന്ന്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വരെ എനിക്ക് ആ ലാസ്റ്റ് ഘട്ടത്തിൽ ഞാൻ രക്ഷപ്പെട്ട് വരാറുണ്ട് ഇന്നേ വരെ അൽഹംദുലില്ലാ. ഇന്ന് ഇപ്പോൾ ഇൻഷാ അല്ലാ, ഇന്ന് മുഹറം ആദ്യ രാവാണെങ്കിൽ നാളെയാണ് മുഹറം 1 എന്നുണ്ടെങ്കിൽ ഇന്ന് മഗ്‌രിബിന് ശേഷം അഥവാ മാസം കണ്ടു കഴിഞ്ഞാൽ ഇനിയും ഞാൻ എഴുതും. കാരണം അതിന് മാത്രം പ്രത്യേകതകളും മഹത്വങ്ങളും ഉണ്ട്. അത് അത്രയും നമുക്ക് ഒരു വിശ്വാസം വേണം കേട്ടോ നമ്മുടെ മനസ്സിൽ. എത്ര നടക്കാത്ത കാര്യമാണെങ്കിലും നിങ്ങൾക്ക് നടക്കും. കാരണം എനിക്കുണ്ടായ അനുഭവങ്ങളാണ്. ഇത് വെറും ഒരു വാക്കല്ല. കാരണം അള്ളാഹുവിൻ്റെ അപാരമായ ഒരു കഴിവാണത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള ആളുകൾ എന്ത് പറയുന്നു നമ്മൾ നോക്കണ്ട. നമ്മളെ മനസ്സിന് അത്രയും നടക്കാത്ത എത്രയോ വലിയ വലിയ കാര്യങ്ങളായിക്കോട്ടെ നടക്കും. 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷം നിങ്ങൾ എഴുതുക. പിന്നെ അതിൻ്റെ കൂടെ കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ ഓതാനും ചെല്ലാനൊക്കെ ഉണ്ടാക്കുക. ഉസ്താദുമാർ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്തിരുന്നത്. ഇൻഷാ അല്ലാ, നിങ്ങൾ എത്ര നടക്കാത്ത കാര്യങ്ങൾ വേണമെങ്കിലും നിങ്ങൾ വിചാരിച്ചോളൂ. വീടുണ്ടാവാനാണ്, കുഞ്ഞുങ്ങളുണ്ടാവാനാണ്, എന്ത് വേണമെങ്കിലും പടച്ചോൻ തരും. അതിന് മാത്രം നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കണം കേട്ടോ. അള്ളാഹു തആലയോട് ചോദിക്കണം. എത്ര കിട്ടാത്ത കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടിയിരിക്കും, ഉറപ്പാണ്. പിന്നെ എഴുതേണ്ടത് വരയില്ലാത്ത പേപ്പറിലാണ് കേട്ടോ. ഇൻഷാ അല്ലാ നിങ്ങൾ എഴുതി വെച്ച് നോക്കൂ. തീർച്ചയായിട്ടും ഇനിയിപ്പോൾ ഹസ്ബൻഡ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ, ഇതല്ല നിങ്ങൾ വർക്കിന് എന്തെങ്കിലും പോകുന്നവരാണ്, നിങ്ങളുടെ പേഴ്സിൽ സൂക്ഷിച്ചാലും നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിച്ചാലും അത് ചുമന്നുകൊണ്ട് നടക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ ആ ബിസ്മി ചൊല്ലിയത് ഒരു ഭാഗത്ത് സൂക്ഷിച്ച് വെക്കുക. അപ്പോൾ നമ്മുടെ പേഴ്സാവും ഏറ്റവും ഉത്തമം നമ്മുടെ ഹസ്ബൻഡിൻ്റെയോ. ഇൻഷാ അല്ലാ എല്ലാവരുടെ കാര്യങ്ങളും നടക്കട്ടെ.